ഓണസദ്യൻ്റെ പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചോദിക്കണം ഇത് കഴിയാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതെന്താ ബിരിയാണിയൊക്കെ കാണിക്കുന്നത്? നമ്മളെ കണ്ണൂരുകാർക്ക് ഓണസദ്യ ആയാലും എന്ത് സദ്യ ആയാലും നമുക്കൊരു ചിക്കനോ മീനോ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ നേരെ ഏച്ചിയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ വണ്ടി എടുത്ത് ഞാൻ നേരെ ചവിട്ട് വിട്ടുകൊണ്ട് കറക്റ്റ് 1 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വന്നാട് ബിരിയാണി ഏച്ചെടുത്ത് വിളമ്പി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈം ടീയും കൂടി കുടിച്ചു. പിന്നെ ഞാൻ 1 മാസത്തിലേറെയായി, 1 മാസമല്ല കുറച്ചധികം മാസമായി ഞാൻ ഷുഗർ കട്ടായിട്ട്. അപ്പോൾ ഞാൻ മധുരമൊന്നും കഴിക്കില്ല. ഈ ഓണം പ്രമാണിച്ച് ഒരുപാട് മധുരം കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഇവിടെ നേരെ കാസർഗോഡേക്ക് പോകേണ്ട പരിപാടി, അത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് നേരെ വിട്ടു. അപ്പോഴത്തേക്കുണ്ട് നബിദിന ഘോഷയാത്രയൊക്കെ കണ്ണൂർ ടൗണിലേക്ക് കൂടി കണ്ടിട്ടുണ്ടായി. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് 2 പ്രത്യേകതയുണ്ട്. ഒന്നെന്താ വെച്ചാൽ നബിദിനും ഓണം ഒന്നിച്ചുള്ള ദിവസം. രണ്ടാമത്തെ വെച്ചാൽ ഈ ഓണത്തിന് ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ബൈക്ക് വരും. അപ്പോൾ ഒക്കെ ബൈ.